നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ കുറേ പേര്, പ്രത്യേകിച്ച് മലയാളികൾ ഒത്തിരി പേർ ഈ കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ അകത്ത് കുറേ വർഷങ്ങളായിട്ട് നിക്ഷേപങ്ങളൊക്കെ നടത്തിയവരുണ്ട്. കുറേ കാലങ്ങളായിട്ട്, അതായത് ഒരു കുറച്ച് വർഷങ്ങൾ 5-8 വർഷങ്ങളായിട്ടൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അത് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചൊക്കെ വാർത്തകൾ വന്നിട്ടും അതേപോലെ തന്നെ ഫണ്ടമെൻ്റലി ഒരു ടേൺ അറൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് മോശമില്ലാത്തൊരു റിട്ടേൺസ് കമ്പനി എല്ലാ നിക്ഷേപകർക്കും നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ അതിൻ്റെ പുറകെ ഈ പറഞ്ഞ പോലെ കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചില ചർച്ചകളും അതുമൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ച മലയാളികളുടെ എണ്ണം വളരെ അധികമാണ്. അവർ പലരും ലാഭത്തിലാണ്. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ അടുത്ത കാലങ്ങളിൽ ഒരു ബുൾ റാലി തുടങ്ങിയതിന് ശേഷം നിക്ഷേപിച്ചവരെ സംബന്ധിച്ച് അവർ അത്ര ഒരു ലാഭത്തിലാകുകയില്ല, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒത്തിരി പേർ നമ്മളോട് കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ ഒരു പ്രോസ്പെക്ട്സിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഇത് ഒരു അനാലിസിസ് വീഡിയോ മാത്രമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള മാനങ്ങൾ ഈ ഒരു അനാലിസിസിന് നൽകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മുഴുവനായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഡേറ്റകളുടെയോ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിന് ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമാണ്. രാഷ്ട്രീയമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളോ ഇതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ ഭാവിയെക്കുറിച്ച് നോക്കിക്കാണുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു വലിയ ഡീലാണ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ FTA ഡീല്. അപ്പോൾ നമ്മുടെ 27-ാം തീയതി അത് സൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9 മുതൽ 12% വരെ നിലനിന്നിരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി, നമ്മുടെ ഈ അപ്പാരൽസിന് മുകളിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി, അത് ഏകദേശം കാര്യമായിട്ട് താഴോട്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ത്യക്ക് ഒരു യൂറോപ്യൻ യൂണിയനിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നേടിത്തരുന്നു. അപ്പോൾ ഇത് കിറ്റക്സിനും മറ്റനേകം ഗാർമെൻറ്റ് എക്സ്പോർട്ടിങ് കമ്പനിയെ പോലെ തന്നെ അവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. പ്രത്യേകിച്ച് വിയറ്റ്നാമോ ബംഗ്ലാദേശോ പോലുള്ള രാജ്യങ്ങളുമായിട്ട് വിലയുടെ കാര്യത്തിൻ്റെ അകത്ത് യൂറോപ്യൻ യൂണിയനിൽ ഈ ഒരു 0% ടാക്സേഷൻ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏറ്റുമുട്ടാനുള്ള വലിയൊരു വഴിയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ കിറ്റക്സ് പോലത്തെ ഒരു വലിയൊരു കമ്പനിക്ക് ഇത് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഗാർമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ച് നമ്മൾ പ്രോഫിറ്റ് മാർജിൻ്റെ മുകളിലാണ് വളരെയധികം കണ്ണുവയ്ക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടിയുള്ള ഒരു കുറവ് അതെന്തായാലും മാർജിൻസ് മോശമില്ലാതെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. മറ്റൊന്നുള്ളത് കിറ്റക്സിൻ്റെ തെലങ്കാനയിലുള്ള പ്ലാന്റിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചുള്ളതാണ്. 2025 സെപ്റ്റംബർ 3-ാം തീയതിയോ മറ്റോ ആയിട്ട് വാറങ്കലിലുള്ള ഫേസ് 1 പ്ലാന്റ് അതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങി. ഏകദേശം 11 ലക്ഷം ഗാർമെൻറ്റ്സ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കപ്പാസിറ്റി. ഇതിൻ്റെ അർത്ഥം ഒരു കാപ്പക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ളത്, മൂലധനം ഇറക്കിയിട്ട് അതുമാത്രം ചിലവായി പോവുക എന്നുള്ളൊരു ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം റവന്യൂ ഇതിൻ്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭാവിയിലെ റിസൾട്ട്സിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. മറ്റൊന്നുള്ളത് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു പ്രത്യേകിച്ച് അപ്പാരൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു എതിരാളി തന്നെയായിരുന്നു. ബംഗ്ലാദേശിലെ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇന്ത്യക്കാണ് സത്യത്തിൽ, ഇന്ത്യയിലെ അപ്പാരൽ ഇൻഡസ്ട്രിക്കാണ് വലിയൊരു ഗുണം ലഭിക്കുന്നത്. ബംഗ്ലാദേശിലെ എക്സ്പോർട്ടേഴ്സ് പലരും ഏകദേശം തളർന്ന വഴിയാണുള്ളത്. 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റക്സ് ഗാർമെൻറ്റ്സ് കിറ്റക്സ് ചൈൽഡ് വെയർ ആയിട്ടുള്ള മേജറാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കിറ്റക്സ് ചൈൽഡ് വെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് സത്യത്തിൽ വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനി ലിസ്റ്റഡ് ആയിട്ടുള്ള കിറ്റക്സ് ഗാർമെൻറ്റ്സുമായിട്ട് ഉള്ള മേജർ 2025 തന്നെ ബോർഡ് അപ്രൂവ് ചെയ്തതാണ്. ഇത് മോശമില്ലാതെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും. കാരണം കിറ്റക്സ് ചൈൽഡ് വെയർ ആണ് വളരെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനി. അതേസമയം തന്നെ എല്ലാം നല്ലതായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ടല്ല. സത്യമായിട്ടൊരു കാര്യം പറയാം. കാരണം കിറ്റക്സിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ കാര്യമായിട്ട് എടുത്തു നോക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ അകത്ത് ഹോൾഡിങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായിട്ടൊക്കെയാണ് കിറ്റക്സിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കിറ്റക്സിനെ സംബന്ധിച്ച് നമുക്ക് ചില സംശയങ്ങളൊക്കെ വരുത്തുന്നതോ അല്ലെങ്കിൽ നിക്ഷേപകരെ സംബന്ധിച്ച് അത് കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് നോക്കിക്കാണേണ്ട കാര്യങ്ങളോ ആണ്. മാർച്ച് 2025 റിപ്പോർട്ടിൻ്റെ അകത്തുള്ള ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഇത് പുതിയതൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓഡിറ്ററുടെ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മളെ കിറ്റക്സ് USA ഈ ഒരു കമ്പനിയെക്കുറിച്ചുള്ളതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് എവിടെയും ചർച്ച ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. ഈ കമ്പനിയിൽ നിന്നും ട്രേഡ് റിസീവബിൾസ് ആയിട്ട് ഏകദേശം 123 കോടി രൂപ കിറ്റക്സ് ഗാർമെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ലഭിക്കാനുണ്ട്. അതേസമയം കിറ്റക്സ് USA എന്ന് പറയുന്ന കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനി പൂർണ്ണമായിട്ടും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഈ കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ഏകദേശം 27 കോടി രൂപയുടെ ഒരു നിക്ഷേപം കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡിന് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനിയുടെ മൊത്തമായിട്ടുള്ള ആസ്തികൾ
ഒലിച്ചു പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതായത് കമ്പനി തന്നെ ഇല്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സീറോ വാല്യൂഷൻ എന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കമ്പനിയുടെ ഈ റിസീവബിൾസ് ആയിട്ട് കിട്ടാനുള്ള 123 കോടി രൂപയുടെ അടുത്ത് വരുന്ന പണം, അത് ഇപ്പോഴും റിസീവബിൾസ് ആയിട്ട് തന്നെ ഇത്രയും ക്വാർട്ടേഴ്സ് കഴിഞ്ഞിട്ടും നിലനിർത്തുന്നു കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡിന്റെ ബുക്സിന്റെ അകത്ത്. അതേസമയം ഇത് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 150 കോടി രൂപയുടെ ഏകദേശം 123 കോടി രൂപയുടെ അടുത്ത് വരുന്ന ഈ ഒരു റിസീവബിൾസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് സത്യത്തിൽ എടുത്തു മാറ്റേണ്ടതാണ്. അഥവാ അത് എടുത്തു മാറ്റുമ്പോൾ മോശമില്ലാത്ത ഒരു വലിയൊരു ഡിപ്പ് ബുക്സിൽ വരും. അപ്പോൾ നിക്ഷേപകർ ഈ ഒരു കാര്യം കരുതിയിരിക്കണം. ഏത് ക്വാർട്ടറിലും ഇത് എടുത്തു മാറ്റിയാൽ മോശമില്ലാത്തൊരു ഇമ്പാക്റ്റ് ആയിരിക്കും കിറ്റക്സിൻ്റെ ബുക്സിൻ്റെ അകത്ത് വരിക. ഇതൊരു അക്കൗണ്ടിങ് മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും നിക്ഷേപകരുടെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള പണം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നതിന് തുല്യമാണ്. മറ്റൊന്നുള്ളത് ഏകദേശം 190 കോടി രൂപയുടെ അടുത്ത് വരുന്ന ഒരു ഇൻവെൻട്രിയാണ്. ഈ 196 കോടി എന്ന് പറയുന്നത് ചെറിയ പൈസയായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊത്തമുള്ളതിൻ്റെ ഏകദേശം 15% അടുത്ത് വരുന്ന ടോട്ടൽ അസറ്റിന് തത്തുല്യമായിട്ടുള്ളൊരു പണമാണ് ഈ ഒരു 190 കോടി രൂപ. ഈ ഒരു ഇൻവെൻട്രിയിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻവെൻട്രി നടത്തിയിരിക്കുന്നത് ഒരു മാനുവൽ വാല്യുവേഷൻ നടത്തിയിട്ടാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ERP സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു മാനുവൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പല കമ്പനികളും ഉപയോഗിക്കുന്നത് അത് ഒരു വാല്യുവേഷൻ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രി 190 കോടി രൂപയുടെ അടുത്ത് വരുന്ന ഈ ഒരു ഇൻവെൻട്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളൊരു സംശയം അത് നിലനിൽക്കുന്നു. മറ്റൊന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള തെലങ്കാന പ്ലാനിനെ കുറിച്ചാണ്. അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങി, സത്യമാണ്. പക്ഷേ ആദ്യം 2500 കോടി രൂപയുടെ ഒരു മൂലധന നിക്ഷേപമായിരുന്നു കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാപ്പക്സ് സ്പെൻഡിങ് ഒരു ഉയർന്നു, 3400 കോടി രൂപയിലേക്ക് ഉയർന്നു. കാരണം ഓട്ടോമേഷനും പവർ സബ്സ്റ്റേഷൻസും ഒക്കെ ഇൻസ്റ്റലേഷനും ഒക്കെ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുക്സിൻ്റെ അകത്തൊന്നും കാര്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിലുള്ള ഈ ഒരു ചിലവ് ബുക്സിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയൊരു പണവും കൂടി അധിക ചിലവായി വന്നു കഴിഞ്ഞാൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് മോശമില്ലാണ്ട് മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പോകും. ഈ ഒരു പണമൊക്കെ സത്യത്തിൽ ബുക്സിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഏറെക്കാലം ഈ പറഞ്ഞതുപോലെ ഒരു ഓപ്പറേഷൻസ് തുടങ്ങാതെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഫേസ് 2 ബാക്കിയുള്ളതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഇതിലേക്കുള്ള ഇൻട്രസ്റ്റ് ബേർഡൻ തന്നെ കമ്പനിയെ മോശമില്ലാതെ വലയ്ക്കും. മറ്റൊന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രാഷ്ട്രീയവുമായിട്ട് വളരെയധികം ഇഴചേർന്ന് നിൽക്കുന്ന ടോപ്പ് മാനേജ്മെൻറ്റ്, അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പോളിസീസ് അനുകൂലമായിട്ട് വന്നേക്കാം. പക്ഷേ അതേസമയം തന്നെ ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ ശത്രുക്കളെയും അതേപോലെ തന്നെ ഓപ്പറേഷൻസ് എപ്പോഴും ഹിൻഡർ ചെയ്യാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലുണ്ട്. കൂടാതെ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ചാപ്പ കുത്തപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്, അതിൻ്റെ നിലനിൽപ്പ് പലപ്പോഴും വലിയൊരു പ്രശ്നങ്ങളാണ്. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അയാളുടെ ബുദ്ധിയുടെയും ശക്തിയുടെയും വലിയൊരു പങ്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ബുക്സിലേക്ക് ക്യാഷ് ഫ്ലോ ഉറപ്പാക്കാനോ വേണ്ടിയിട്ട് അല്ലാതെ ചിലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കമ്പനിക്ക് ഒരിക്കലും നല്ലതല്ല. മറ്റൊന്നുള്ളത് മേൽപ്പറഞ്ഞിട്ടുള്ള കിറ്റക്സ് ചൈൽഡ് വെയർ ലിമിറ്റഡിൻ്റെ കാര്യമാണ്. ഈ കിറ്റക്സ് ചൈൽഡ് വെയർ ലിമിറ്റഡും കിറ്റക്സ് ലിമിറ്റഡും കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡുമായിട്ടുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ സൈസൊക്കെ ഏകദേശം 3000 കോടി രൂപയുടെയൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻസ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇപ്പോൾ കിറ്റക്സ് ചൈൽഡ് വെയർ ലിമിറ്റഡ് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡുമായിട്ട് മേർജ് ചെയ്യണമെന്ന കാര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ അകത്ത് കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ അകത്തുനിന്ന് പോയ പണം സത്യത്തിൽ നിക്ഷേപകർക്ക് അത്ര ഗുണമുള്ള രീതിയിലല്ല ഈ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിറ്റക്സ് ചൈൽഡ് വെയർ ലിമിറ്റഡ് എന്ന് പറയുന്നത് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡുമായിട്ടുള്ള മേർജ് ചെയ്യാണ്ടിരിക്കുന്ന അത്രയും സമയം, ആ ഒരു സമയം നിക്ഷേപകരെ സംബന്ധിച്ച് നല്ലതല്ലാത്ത സമയങ്ങളാണ്. അതായത് അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത സമയങ്ങളാണ്. കഴിയുന്നതും പെട്ടെന്ന് മേർജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ മേർജറിന് എടുക്കുന്ന കാലതാമസവും ഒക്കെ നല്ലതല്ലാത്ത നിക്ഷേപകരുടെ സമയങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ കൈ ചൂണ്ടുന്നത്. ഇതാണ് കിറ്റക്സിനെ കുറിച്ച് അവലോകനം ചെയ്യുമ്പോൾ ആകത്തുക. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈന്നിട്ടതോ ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ ബേസിക് എക്സ്ചേഞ്ച് ഫയലിങ്സിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള ഡേറ്റയാണ്. ഡേറ്റ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.